പ്ലംബർ ജനറൽ 2 സെക്കൻഡ് ഇയർ VHSC വിദ്യാർത്ഥികൾക്ക് ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് സ്വാഗതം. Today we are going to discuss about geysers, introduction and installation, a small portion from Unit 1 of second year syllabus. First, let us see what is a geyser. Geyser or water heater is a commonly used home appliance. Home appliance വിഭാഗത്തിൽ പെടുന്ന വാട്ടർ ഹീറ്ററുകൾക്കാണ് ഗീസറുകൾ എന്ന് പറയുക. ഗ്യാസ്, സോളാർ എനർജി, ഇലക്ട്രിസിറ്റി മുതലായവയിൽ വർക്ക് ചെയ്യുന്ന ഹീറ്ററുകൾ ലഭ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഗീസറുകളെ കുറിച്ചാണ്. ബാത്തിങ്, ക്ലീനിങ് മുതലായ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിനാണ് വീടുകളിൽ ഗീസറുകൾ ഉപയോഗിക്കുന്നത്. 3 ലിറ്റർ മുതൽ 25 ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള ഗീസറുകൾ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ് വിവിധ തരം ഇലക്ട്രിക് ഗീസറുകൾ എന്ന് നോക്കാം. ടാങ്ക് ടൈപ്പ് ഗീസർ ആൻഡ് ടാങ്ക്ലെസ് ഗീസർ എന്നിങ്ങനെ പ്രധാനമായും 2 തരത്തിലാണ് ഇലക്ട്രിക് ഗീസറുകൾ ഉള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്റ്റോറേജ് ടാങ്ക് ഘടിപ്പിച്ചിട്ടുള്ള ഗീസറുകളെ ടാങ്ക് ടൈപ്പ് ഗീസറുകൾ എന്ന് പറയുന്നു. സ്റ്റോറേജ് ടാങ്ക് ഇല്ലാതെ ഇൻസ്റ്റൻ്റായി ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഗീസറുകളെ ടാങ്ക്ലെസ് ഗീസർ എന്നും പറയുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാങ്ക് ടൈപ്പ് ഗീസറുകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ടാങ്ക് ടൈപ്പ് ഗീസറുകളുടെ പ്രധാന ഭാഗങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ടാങ്ക് ടൈപ്പ് ഗീസറിൻ്റെ ഒരു സ്കെച്ചാണ്. പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോൾഡ് ഇൻ, ആനോഡ് റോഡ്, ഡിപ്പ് ട്യൂബ്, ഡ്രെയിൻ വാൽവ്, ഇലക്ട്രിക് ഹീറ്റിംഗ് എലിമെൻറ്റ്സ്, തെർമോസ്റ്റാറ്റ്, T&P വാൽവ്, ഹോട്ട് ഔട്ട്. ഇതിൽ ഓരോ ഭാഗങ്ങളെയും നമുക്ക് വിശദമായി പരിചയപ്പെടാം. ടാങ്ക്. ടാങ്ക് എന്ന് പറയുന്നത് ഗീസറുകളുടെ ഒരു പ്രധാന ഭാഗമാണ്. വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഈ ടാങ്കിനകത്താണ്. സ്റ്റോറേജ് ടാങ്ക് സാധാരണയായി ഹെവി മെറ്റൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുത ഉപകരണമായതിനാൽ ഷോക്ക് ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി പോളിയൂറിത്തീൻ ഫോം ഉപയോഗിച്ചുള്ള ഒരു ഇൻസുലേഷൻ കോട്ടിംഗ് നൽകിയിരിക്കുന്നു. ഡിപ്പ് ട്യൂബ്. കോൾഡ് വാട്ടർ ഗീസറിനകത്തേക്ക് പ്രവേശിക്കുന്നത് വെർട്ടിക്കൽ ട്യൂബായ ഡിപ്പ് ട്യൂബ് വഴിയാണ്. ഷട്ട് ഓഫ് വാൽവ്. സ്റ്റോറേജ് ടാങ്കിനകത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനും വേണ്ടി ഷട്ട് ഓഫ് വാൽവ് ഉപയോഗിക്കുന്നു. ഷട്ട് ഓഫ് വാൽവ് സാധാരണയായി ഹീറ്ററിൻ്റെ ഔട്ട്സൈഡിലാണ് ഘടിപ്പിക്കാറുള്ളത്. ഹീറ്റ് ഔട്ട് പൈപ്പ്. ഗീസറിനകത്ത് വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ പുറത്തേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഹീറ്റ് ഔട്ട് പൈപ്പ് ഉപയോഗിക്കുന്നു. തെർമോസ്റ്റാറ്റ് ആൻഡ് ഹീറ്റിംഗ് എലിമെൻറ്റ്. ഗീസറിനകത്തേക്ക് പ്രവേശിക്കുന്ന വെള്ളം ചൂടാകുന്നത് ഇലക്ട്രിക് ഹീറ്റിംഗ് എലിമെൻ്റ് ഉപയോഗിച്ചാണ്. ഹീറ്ററിനകത്തുള്ള ടെമ്പറേച്ചർ ഒരു നിശ്ചിത ലെവലിൽ കൂടാതെ സംരക്ഷിക്കുന്നത് തെർമോസ്റ്റാറ്റ് എന്ന ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസ് ഉപയോഗിച്ചാണ്. ഡ്രെയിൻ വാൽവ്. സ്റ്റോറേജ് ടാങ്ക്
മുഴുവനായും എംപ്റ്റി ചെയ്യുന്നതിന് വേണ്ടി ടാങ്കിൻ്റെ അടിഭാഗത്തായി ഡ്രെയിൻ വാൽവ് ഘടിപ്പിച്ചിരിക്കുന്നു. പ്രഷർ റിലീഫ് വാൽവ്. സ്റ്റോറേജ് ടാങ്കിനകത്തുള്ള പ്രഷർ ഒരു നിശ്ചിത പരിധിയിൽ കൂടാതെ സംരക്ഷിക്കുന്നത് പ്രഷർ റിലീഫ് വാൽവാണ്. ഒരു നിശ്ചിത പരിധിയിലധികമായി പ്രഷർ വരികയാണെങ്കിൽ T&P വാൽവിൽ കൂടി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വീഴുന്നത് കാണുമ്പോൾ നമുക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും. ആനോഡ് റോഡ്. നമുക്കറിയാം സ്റ്റോറേജ് ടാങ്ക് മെറ്റൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ കൊറോഷൻ സാധ്യത കൂടുതലാണ്. ഈ സ്റ്റോറേജ് ടാങ്ക് കൊറോഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് അലൂമിനിയം ഓർ മഗ്നീഷ്യം നിർമ്മിതമായ ആനോഡ് റോഡ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആനോഡ് റോഡ് സാധാരണയായി സ്റ്റോറേജ് ടാങ്കിൻ്റെ മധ്യഭാഗത്ത് സസ്പെൻഡ് ചെയ്ത് ഇട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഗീസർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? സഫിഷ്യൻറ്റ് സ്പേസ്. ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബാത്റൂമിനകത്ത് മതിയായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. കറക്റ്റ് ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്, യൂഷ്വലി 1.8 മീറ്റർ. തറനിരപ്പിൽ നിന്നും സാധാരണയായി 1.8 മീറ്റർ ഹൈറ്റിലാണ് ഗീസറുകൾ ഘടിപ്പിക്കാറുള്ളത്. ഫേം വാൾ സ്ട്രക്ചർ. വാൾ ഹാങ്ങിങ് അപ്ലയൻസ് ആയതുകൊണ്ട് ഗീസർ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി നല്ല ഉറച്ച ഒരു വാൾ സ്ട്രക്ചർ ഉണ്ടാകേണ്ടതാണ്. അൺബ്ലോക്ക്ഡ് വാട്ടർ സപ്ലൈ. ജലമില്ലാതെ ഗീസറുകൾ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തുടർച്ചയായി വാട്ടർ സപ്ലൈ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സേഫ് ഇലക്ട്രിക്കൽ കണക്ഷൻസ്. ശരിയായ വൈദ്യുത കണക്ഷനുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ് ഗീസർ ഇൻസ്റ്റാളേഷന് ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്ന് നോക്കാം. പവർ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വോൾട്ടേജ് ഡിറ്റക്ടർ. ആവശ്യമായ പൈപ്പുകൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടി പൈപ്പ് കട്ടർ. ഹോട്ട് വാട്ടർ എടുക്കുന്നതിന് വേണ്ടി CPVC ഫ്ലെക്സിബിൾ ഹോസസ്. ത്രെഡഡ് മെറ്റൽ ഫിറ്റിങ്സ് ടൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടി ടെഫ്ലോൺ അല്ലെങ്കിൽ പ്ലംബേഴ്സ് ടേപ്പ്. സ്ക്രൂ ഭാഗങ്ങൾ ടൈറ്റൻ ചെയ്യുന്നതിനും ലൂസൻ ചെയ്യുന്നതിനും റെഞ്ച് ആൻഡ് സ്ക്രൂ ഡ്രൈവർ. മെറ്റൽ ഭാഗങ്ങൾക്ക് പോളിഷ് നൽകുന്നതിന് വേണ്ടി സാൻഡ് പേപ്പർ ക്ലോത്ത് തുടങ്ങിയവയാണ് പ്രധാന ടൂൾസ്. എന്തൊക്കെയാണ് ഗീസർ ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്സ്? പ്രിപ്പയർ ദ പ്ലംബിംഗ് പൈപ്പ് ലൈൻസ്. ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ ലൈൻസ് പ്രിപ്പയർ ചെയ്യുക. കണക്ട് ദ ഇലക്ട്രിക്കൽ വയറിംഗ്. വൈദ്യുത വയറിംഗ് കണക്ഷനുകൾ കണക്ട് ചെയ്യുക. അറ്റാച്ച് ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാൽവ്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാൽവ് ഗീസറിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ദി സപ്ലൈ ലൈൻസ് ആൻഡ് ടേൺ ഓൺ ഷട്ട് ഓഫ് വാൽവ്. വാട്ടർ സപ്ലൈ ലൈൻസ് ഗീസറിലേക്ക് കണക്ട് ചെയ്ത് ഷട്ട് ഓഫ് വാൽവ് ഓപ്പൺ ചെയ്യുക. ടേൺ ഓൺ ദി പവർ ആൻഡ് ചെക്ക് ദി വർക്കിംഗ് ഓഫ് ഗീസർ. പവർ ഓൺ ചെയ്ത് ഗീസറിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇലക്ട്രിക് ഗീസറുകൾ എന്താണെന്നും അവയുടെ പാർട്സ്, അവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായ ടൂൾസ്, ഗീസർ ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്സ് മുതലായവയെക്കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനമായി ചെയ്യേണ്ടത് ഗീസർ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അത് വാച്ച് ചെയ്യുക. തുടർന്ന് ഇലക്ട്രിക് ഗീസറുകളെ കുറിച്ച് ഒരു മനോഹരമായ ഒരു പോർട്ട്ഫോളിയോ പേജ്
A4 ഷീറ്റിൽ റെഡിയാക്കുക. ഇന്നത്തെ ഡിസ്കഷന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും ഇമേജസും എടുത്തിരിക്കുന്നത് www.waterheaterleakinginfo.com, വിക്കിപീഡിയ, www.vensmagazine.com എന്നീ സൈറ്റുകളിൽ നിന്നാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.